ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ബാക്ടീരിയയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയയുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ബാക്ടീരിയയുടെ സെൽ വോൾ, അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ, അതിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊക്യാരിയോട്ട് എന്ന് പറയുന്ന ഓർഗാനിസം ഭൂമിയിൽ വന്നിട്ട് ഏകദേശം 3.8 ബില്യൺ ഇയേഴ്സായി. ഫസ്റ്റ് ഇവോൾഡ് ലൈഫ് ഫോമായിട്ട് നമ്മൾ കരുതുന്നത് ഈ ബാക്ടീരിയയാണ്. ഭൂമിയിൽ ആദ്യമായിട്ട് വന്നത് ബാക്ടീരിയ ആണെന്നാണ് നമ്മുടെ വിശ്വാസം. ലാർജസ്റ്റ് ഇൻഹാബിറ്റൻസ് ഇവരാണ്, അതായത് എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്തിലുള്ളത് ബാക്ടീരിയയാണ്. യുബിക്വിറ്റസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ, എല്ലായിടത്തും ഒരുപോലെ കാണപ്പെടുന്നുണ്ട്. ഡൈവേഴ്സ് ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്നുണ്ട്. നോർമലായിട്ടും ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റിലും ബാക്ടീരിയ നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഫുഡ് ചെയിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. നമുക്കറിയാം ഡീകമ്പോസിഷനിലൊക്കെ ബാക്ടീരിയയ്ക്ക് മേജർ റോൾ ആണുള്ളത്. അതുപോലെ ബയോജിയോ കെമിക്കൽ സൈക്കിൾ, അതായത് നൈട്രജൻ സൈക്കിൾ, ഓക്സിജൻ സൈക്കിൾ, കാർബൺ സൈക്കിൾ, സൾഫർ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിളിലെല്ലാം തന്നെ ബാക്ടീരിയയ്ക്ക് മേജർ റോളാണുള്ളത്. അപ്പോൾ ഒത്തിരിയേറെ പെക്യുലാരിറ്റീസ് ഉള്ള ഒരു വിഭാഗമാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഈസ് മോർഫോളജി ഓഫ് ബാക്ടീരിയ. മോർഫോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പാണ്. ബാക്ടീരിയയ്ക്ക് പല ഷേപ്പും അറ്റൈൻ ചെയ്യാം. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഉണ്ട്, ചിലത് സ്പിയേഴ്സ് ആയിരിക്കും, ചിലത് ഫിലമെൻറ്റസ് ആയിരിക്കും, ചിലത് സ്പൈറൽ ആയിരിക്കും. റോഡ് ഷേപ്ഡ്, അതായത് റെക്ടാങ്കുലർ സ്ട്രക്ചറുള്ള ബാക്ടീരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാസിലെ എന്ന്. അപ്പോൾ ബാസിലെ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ അല്ല, അതൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. അവിടുത്തെ പ്രത്യേകത അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് റോഡ് ഷേപ്ഡ് ആയിരിക്കും. ഡിപ്ലോബാസിലെ എന്ന് പറയുമ്പോൾ രണ്ട് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ സെല്ല് അടുത്തിരുന്നാൽ, ഒട്ടിയിരുന്നാൽ നമ്മൾ ആ കണ്ടീഷനെ ഡിപ്ലോബാസിലെ എന്ന് പറയും. സ്ട്രെപ്റ്റോബാസിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഓഫ് ബാക്ടീരിയൽ സെല്ല് അടുത്തിരുന്നാൽ നമ്മൾ അതിനെ സ്ട്രെപ്റ്റോബാസിലെ എന്ന് പറയും. അപ്പോൾ രണ്ടിൽ കൂടുതൽ ബാക്ടീരിയൽ സെല്ല് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഒന്നിച്ചിരുന്നാൽ അതിനെ നമ്മൾ സ്ട്രെപ്റ്റോബാസിലെ എന്ന് പറയും. അടുത്ത സ്ട്രക്ചറാണ് സ്പെറിക്കൽ. ആ സ്പെറിക്കൽ സ്ട്രക്ചറിൽ വരുന്ന ബാക്ടീരിയ വിളിക്കുന്നതാണ് കോക്കെ. കോക്കയും ഇതുപോലെ തന്നെ രണ്ട് സ്പെറിക്കൽ ബാക്ടീരിയൽ സെൽ ഒന്നിച്ചിരുന്നാൽ ഡിപ്ലോകോക്കെ എന്ന് പറയും. രണ്ടിൽ കൂടുതൽ ഒന്നിച്ചിരുന്നാൽ, മാല പോലെ ഒന്നിച്ചിരുന്നാൽ നമ്മളതിനെ സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയും. അതല്ല, മുന്തിരിങ്ങയുടെ കൂട്ട് കൊലകൊലയായിട്ട് താഴോട്ടാണ് അറേഞ്ച്മെൻ്റ് എങ്കിൽ നമ്മളതിനെ സ്റ്റെഫൈലോകോക്കെ എന്ന് പറയും. ഇനി അടുത്തൊരു സ്ട്രക്ചർ സ്പൈറലാണ്. സ്പൈറൽ എന്ന് പറയുമ്പം അതിനൊരു എക്സാമ്പിളാണ് വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. അതിന് ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്പൈറലാണ്. സാധാരണ മിക്ക ബാക്ടീരിയയുടെയും ഷേപ്പ് റോഡ് ഷേപ്ഡ് ആണ്. നമുക്കറിയാവുന്ന ലാക്ടോബാസിലസ്, ഇക്കോളെ, ഇതെല്ലാം റോഡ് ഷേപ്ഡ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ്. ഇനി എല്ലാ ബാക്ടീരിയയ്ക്കും ഇതുപോലെ ഫിക്സഡ് ആയിട്ട് ഇന്ന ഷേപ്പ് എന്നില്ല. ചില ബാക്ടീരിയയ്ക്ക് പല ഷേപ്പും അറ്റൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെ നമ്മൾ പ്ലിയോമോർഫിക് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലിയോമോർഫിക് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ് ഷേപ്പ്. തൻ്റെ ഇഷ്ടത്തിന് മാറ്റാൻ കഴിയുന്ന ബാക്ടീരിയയാണ് നമ്മൾ, അല്ലെങ്കിൽ പല ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയയാണ് നമ്മൾ പ്ലിയോമോർഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ ഷേപ്പ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ബാക്ടീരിയയുടെ സെൽ വോൾ, അതിൻ്റെ സ്ട്രക്ചറിലേക്കാണ് കടക്കാനുള്ളത്. ബാക്ടീരിയയുടെ സ്ട്രക്ചറിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയൽ സെൽ വോൾ എന്ന് പറഞ്ഞാൽ ഒരു സെമി റിജിഡ് ആയിട്ടുള്ള, വലിയ അത്ര കട്ടിയില്ലാത്ത നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പ്ലാസ്മ മെംബ്രെയിനും വെളിയിൽ കാണുന്ന സ്ട്രക്ചറാണ്. നമുക്കറിയാം പ്ലാന്റ്സിൽ സെൽ വോൾ ഉണ്ട്, അത് പക്ഷേ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ബാക്ടീരിയയുടെ സെൽ വോൾ നോൺ സെല്ലുലോസിക്കാണ്. ബാക്ടീരിയൽ സെൽ വോൾ മെയിനായിട്ട് രണ്ട് ഫംഗ്ഷനാണ് പെർഫോം ചെയ്യുന്നത്. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് കൊടുക്കുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ബാക്ടീരിയയുടെ സെല്ലിനകത്തിലേക്ക് കടന്ന് സെല്ല് ഓസ്മോസിസ് മുഖേന പൊട്ടിപ്പോകുന്നത് തടയാൻ ഈ സെൽ വോൾ ബാക്ടീരിയ സഹായിക്കുന്നു. അങ്ങനെ രണ്ട് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു ബാക്ടീരിയയുടെ സെൽ വോൾ എന്ന് പറയുന്നത്. കോമ്പോസിഷൻ ഓഫ് ബാക്ടീരിയൽ സെൽ വോൾ. ബാക്ടീരിയയുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ. പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറഞ്ഞാൽ പോളിസാക്കറൈഡും പ്രോട്ടീനും ഉള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ പ്രോട്ടീൻ പ്ലസ് പോളിസാക്കറൈഡാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ. അതുകൊണ്ടാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറഞ്ഞത്. ഗ്ലൈക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസാക്കറൈഡ് എന്നാണ്. പെപ്റ്റിഡോ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു പ്രോട്ടീനാണ്. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന പെപ്റ്റിഡോഗ്ലൈക്കണിനെ മ്യൂറിൻ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കണിൻ്റെ മറ്റൊരു പേരാണ് മ്യൂറിൻ എന്ന് പറയുന്നത്. ഈ പെപ്റ്റിഡോഗ്ലൈക്കൺ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് ഉള്ളത് രണ്ട് കമ്പോണൻസ് ആണ്, എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമീൻ ആൻഡ് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്. ഈ എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമീനും എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡും
ആൾട്ടർനേറ്റിംഗ് ലെയേഴ്സ് ആയിട്ടാണ് അടുക്കി ബാക്ടീരിയയുടെ സെൽ വോളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ഭാഗത്ത് N-അസറ്റൈൽ ഗ്ലൂക്കോസാമീൻ ആണെങ്കിൽ കുറച്ച് ഭാഗത്തേക്ക് N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ലെയർ ആയിട്ടാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ ബാക്ടീരിയയുടെ സെൽ വോളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് രണ്ടിൻ്റെയും ഇടയിലായിട്ട് ടെട്രാ പെപ്റ്റൈഡ് ക്രോസ് ലിങ്കുകൾ കാണാം. അതായത് ഈ രണ്ട് ലെയറിനെയും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ടെട്രാ പെപ്റ്റൈഡ് ക്രോസ് ലിങ്കുകൾ ഇടയിലൂടെ നെറ്റ്വർക്ക് പോലെ ഈ ടെട്രാ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ 4 പെപ്റ്റൈഡ് ബോണ്ട് ചേർന്നിട്ടുള്ള ക്രോസ് ലിങ്കുകൾ ഈ N-അസറ്റൈൽ ഗ്ലൂക്കോസാമീൻ എന്ന് പറയുന്ന പോളിമറിനെയും N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് എന്ന് പറയുന്ന പോളിമറിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് കാണും. പെപ്റ്റിഡോഗ്ലൈക്കൺ കൊണ്ടാണ് ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുമ്പോൾ പോളിസാക്കറൈഡും പ്രോട്ടീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ബാക്ടീരിയയിൽ കാണുന്ന പെപ്റ്റിഡോഗ്ലൈക്കണിനെ മ്യൂറിൻ എന്ന് വിളിക്കുന്നു. പെപ്റ്റിഡോഗ്ലൈക്കണിൻ്റെ പ്രത്യേകത അതൊരു പോളിമർ ഓഫ് N-അസറ്റൈൽ ഗ്ലൂക്കോസാമീൻ ആൻഡ് N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്. ഇറ്റ് ഈസ് ബീൻ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് ടെട്രാപെപ്റ്റൈഡ് ക്രോസ് ലിങ്ക് ഓർ സൈഡ് ചെയിൻ. ഗ്രാം സ്റ്റെയിനിങ്. ബാക്ടീരിയയെ സ്റ്റെയിൻ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്കിൻ്റെ ബേസിൽ നമുക്ക് ബാക്ടീരിയ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു. ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും. ഈ സ്റ്റെയിനിങ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ക്രിസ്റ്റ്യൻ ഗ്രാം. 1884 അദ്ദേഹം ഗ്രാം സ്റ്റെയിനിങ് കണ്ടുപിടിച്ചത്. ഗ്രാം സ്റ്റെയിനിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റെയിൻ്റെ പേരാണ് ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ. ഈ ഗ്രാം സ്റ്റെയിനിങ് നടത്തിക്കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവായിട്ടുള്ള ബാക്ടീരിയ ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന സ്റ്റെയിനിൻ്റെ കളറിലായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ക്രിസ്റ്റൽ വയലറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളറായിരിക്കും. അപ്പം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളറിൽ അപ്പിയർ ചെയ്യുന്നു. അതേസമയം ഗ്രാം നെഗറ്റീവായിട്ടുള്ള ബാക്ടീരിയ ഗ്രാം സ്റ്റെയിനിങ്ങിന് ശേഷം പർപ്പിൾ കളറിൽ അപ്പിയർ ചെയ്യുന്നില്ല. മറിച്ച് അത് അടുത്ത സ്റ്റെയിനായിട്ടുള്ള സഫ്രാനിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ കൂടി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റെയിൻ്റെ കളർ റെഡാണ്. അപ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ റെഡ് കളറായിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് എന്നുള്ള ടെക്നിക്ക് വെച്ച് നമുക്ക് ബാക്ടീരിയയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറിൽ അപ്പിയർ ചെയ്യുന്നു. അതേസമയം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഗ്രാം സ്റ്റെയിനിങ്ങിന് ശേഷം റെഡ് കളറിൽ അപ്പിയർ ചെയ്യുന്നു. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ സെൽ വോൾ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾക്കിനി നോക്കാനുള്ളത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോൾ എന്ന് പറഞ്ഞാൽ വളരെ തിക്കായിരിക്കും. 15 to 18 നാനോമീറ്റർ അതിന് തിക്നെസ് കാണും. തിക്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയറിൻ്റെ അളവും വളരെ കൂടുതലായിരിക്കും. 40 ലെയേഴ്സ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയേഴ്സ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിലുണ്ട്. ഈ പെപ്റ്റിഡോഗ്ലൈക്കണിന് പുറമെ ഇതിനകത്തിലുള്ള മറ്റൊരു കമ്പോണൻ്റാണ് ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയേഴ്സിന് എക്രോസ് ആയിട്ട് കുറുകെ കാണപ്പെടുന്ന ഒരു കമ്പോണൻ്റാണ് ടീക്കോയിക് ആസിഡ്. ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത് മെംബ്രെയിനിൽ അടങ്ങിയിരിക്കുന്ന ലിപ്പിഡ്സുമായിട്ട് കണക്ട് ചെയ്ത് കാണപ്പെടുന്നു. അന്നേരം നമ്മളതിനെ ലിപ്പോ ടീക്കോയിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോള് 15 to 18 നാനോമീറ്റേഴ്സ് തിക്നെസ് ഉണ്ട്. അതിൽ പെപ്റ്റിഡോഗ്ലൈക്കണിൻ്റെ അളവ് വളരെ കൂടുതലാണ്. 40 ലെയേഴ്സ് വരെ പെപ്റ്റിഡോഗ്ലൈക്കൺ ഈ സെൽ വോളിൽ കാണപ്പെടുന്നുണ്ട്. പെപ്റ്റിഡോഗ്ലൈക്കണിനോടൊപ്പം തന്നെ കാണപ്പെടുന്ന മറ്റൊരു കമ്പോണൻ്റാണ് ടീക്കോയിക് ആസിഡ്. ടീക്കോയിക് ആസിഡ് ലിപ്പിഡ് മെംബ്രെയിനിലെ ലിപ്പിഡുമായിട്ട് കണക്ട് ചെയ്ത് കാണപ്പെടുമ്പോൾ നമ്മളതിനെ ലിപ്പോ ടീക്കോയിക് ആസിഡ് എന്ന് വിളിക്കുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സെൽ വോൾ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോൾ റിലേറ്റീവ്ലി തിന്നാണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ അത്രയും തിക്കല്ല. അതുകൊണ്ട് തന്നെ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയറും വളരെ കുറവായിരിക്കും. സിംഗിൾ ലെയറേ കാണപ്പെടുന്നുള്ളൂ. സെൽ വോളിന് പുറത്ത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഒരു ഔട്ടർ മെമ്പറൈൻ ഉണ്ട്. ഈ ഔട്ടർ മെമ്പറൈനിലെ ഒരു മെയിൻ കമ്പോണൻ്റാണ് ലിപ്പോ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. അത് ആനിമൽസിന് ഹൈലി ടോക്സിക് ആണ്. ഈ ഔട്ടർ മെമ്പറൈൻ ഉള്ളത് കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഏൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഈസ് റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ഔട്ടർ മെമ്പറൈൻ. പക്ഷേ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഇങ്ങനെ ഒരു ഔട്ടർ മെമ്പറൈൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സിന് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും.
ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പ്രത്യേകത പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ വളരെ തിന്നാണ്, സെൽ വോൾ വളരെ തിന്നാണ്. പെപ്റ്റിഡോഗ്ലൈക്കൺ സിംഗിൾ ലെയറേ ഉള്ളൂ. ഒരു ഔട്ടർ മെമ്പറൈൻ ഉണ്ട്. അതിലെ മെയിൻ കമ്പോണൻറ്റ് ലിപ്പോപോളിസാക്കറൈഡ് ആണ്. ഈ ഔട്ടർ മെമ്പറൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻ്റ് ആണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഔട്ടർ മെമ്പറൈൻ ഇല്ലാത്തതുകൊണ്ട് അത് ആൻറ്റിബയോട്ടിക്സിന് സെൻസിറ്റീവാണ്. പ്ലാസ്മ മെമ്പറൈൻ ഓഫ് ബാക്ടീരിയ. പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ സെൽ മെമ്പറൈൻ ആണ്. സെൽ വോളിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന സ്ട്രക്ചറാണ്. യുക്കാരിയോട്ടിക് സെൽ മെമ്പറൈനിൻ്റെ കൂട്ട് തന്നെയാണ് ബാക്ടീരിയയുടെ സെൽ മെമ്പറൈനും. അതിൻ്റെ പ്രത്യേകത അത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, നമ്മുടെ യുക്കാരിയോട്ടിക് പ്ലാസ്മ മെമ്പറൈൻ അനുസരിക്കുന്നത് പോലെയുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ തന്നെയാണ് ബാക്ടീരിയൽ പ്ലാസ്മ മെമ്പറൈനുള്ളത്. ഒരു ഡൈനാമിക് സ്ട്രക്ചറാണ്. അതിൽ ലിപ്പിഡ് ബൈലെയർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് പിന്നെ എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് പ്രോട്ടീൻസ് കാണപ്പെടുന്നു. അതുപോലെ ഇതിൻ്റെ കമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 60% പ്രോട്ടീനും 40% ഫോസ്ഫോ ലിപ്പിഡ്സും കൊണ്ടാണ് ബാക്ടീരിയയുടെ പ്ലാസ്മ മെമ്പറൈൻ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്മ മെമ്പറൈൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു. എല്ലാ കമ്പോണൻസിനെയും ഒരുപോലെ കടത്തി വിടുന്നില്ല. വാട്ടർ മോളിക്യൂൾസിനെയും 100 ഡാൾട്ടന് താഴെ മോളിക്യുലർ വെയിറ്റുള്ള മോളിക്യൂൾസിനെയും പ്ലാസ്മ മെമ്പറൈൻ സുഗമമായിട്ട് കടത്തിവിടുന്നു. എന്നാൽ ലാർജർ മോളിക്യൂൾസിനെയും അൺചാർജ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയും പ്ലാസ്മ മെമ്പറൈൻ കടത്തിവിടുന്നില്ല. അപ്പോൾ പ്ലാസ്മ മെമ്പറൈൻ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അനുസരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 40% ഫോസ്ഫോലിപ്പിഡ്സും 60% പ്രോട്ടീനും കൊണ്ട് നിർമ്മിച്ചതാണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ ബാരിയറാണ്. സബ്സ്റ്റൻസുകളുടെ പാസേജ് റെഗുലേറ്റ് ചെയ്യുന്നു. വാട്ടർ മോളിക്യൂൾസിനെ കടത്തിവിടുന്നു. മോളിക്യുലർ വെയിറ്റ് 100 ഡാൾട്ടന് താഴെയുള്ള മോളിക്യൂൾസിനെയും കടത്തിവിടുന്നു. ലാർജർ മോളിക്യൂൾസിനെയും അൺചാർജ്ഡ് മോളിക്യൂൾസിനെയും പ്ലാസ്മ മെമ്പറൈൻ കടത്തിവിടുന്നില്ല. ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെമ്പറൈൻ. ബാക്ടീരിയയുടെ പ്രത്യേകത അതിൽ സെൽ ഓർഗനൽസ് എന്ന് പറയാൻ റൈബോസോം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സെല്ലിന് വേണ്ട എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത് അതിൻ്റെ പ്ലാസ്മ മെമ്പറൈനാണ്. പ്ലാസ്മ മെമ്പറൈൻ ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തറ്റിക് ക്രൊമറ്റോഫോറുകൾ പ്ലാസ്മ മെമ്പറൈനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രൊമറ്റോഫോഴ്സ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ക്ലോറോഫിൽസ് ആണ്. ഈ ബാക്ടീരിയൽ ക്ലോറോഫിൽസ് ആണ് ലൈറ്റ് എനർജിയെ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് കെമിക്കൽ എനർജിയായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബാക്ടീരിയയെ സഹായിക്കുന്നത്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ബാക്ടീരിയയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയയുടെ പ്ലാസ്മ മെമ്പറൈനിലാണ്. അപ്പോൾ അതാണ് ബാക്ടീരിയയുടെ മെയിൻ പ്ലാസ്മ മെമ്പറൈൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെമ്പറൈൻ റെസ്പിറേഷൻ്റെ സൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ബാക്ടീരിയയിലെ റെസ്പിറേറ്ററി സ്ട്രക്ചറായിട്ടുള്ളത് പ്ലാസ്മ മെമ്പറൈനിലെ ഫിംഗർ ലൈക്ക് ഇൻഫോൾഡിങ്സ് ആണ്. അതിനെ മീസോസോംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മീസോസോംസ് പ്ലാസ്മ മെമ്പറൈനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്രീഷന് സഹായിക്കുന്ന മറ്റ് പല പ്രോട്ടീനുകളെയും സെക്രീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് പ്ലാസ്മ മെമ്പറൈനാണ്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ സൈറ്റും പ്ലാസ്മ മെമ്പറൈനാണ്. ഈ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ? ഈ പ്രോസസ്സ് വഴിയാണ് ATP സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ATP സിന്തസിസ് നടക്കുന്ന ലൊക്കേഷനും ബാക്ടീരിയയിലെ പ്ലാസ്മ മെമ്പറൈനാണ്. അപ്പോൾ ബാക്ടീരിയയിലെ പ്ലാസ്മ മെമ്പറൈൻ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു, റെസ്പിറേഷന് സഹായിക്കുന്നു, സെക്രീഷന് സഹായിക്കുന്നു, സൈറ്റ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ മെമ്പറൈൻ അത് സെൽ വാൾ കമ്പോണൻസിൻ്റെ സിന്തസിസിന് സഹായിക്കുന്നു. DNA റെപ്ലിക്കേഷനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്രീഷൻ ഓഫ് പ്രോട്ടീൻസ് സഹായിക്കുന്നു. ഫ്ലജല്ലയുടെ ആങ്കർ സൈറ്റായിട്ട്, ഫ്ലജല്ല എന്ന് പറയുമ്പോൾ ബാക്ടീരിയയുടെ ലോക്കോമോട്ടറി ഓർഗൻസ് ആണ്. അപ്പോൾ ആ ലോക്കോമോട്ടറി ഓർഗനായിട്ടുള്ള ഫ്ലജല്ല സെല്ലിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് സഹായിക്കുന്നതും പ്ലാസ്മ മെമ്പറൈനാണ്. അപ്പോൾ പ്ലാസ്മ മെമ്പറൈനിലേക്കാണ് ഫ്ലജല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള സിഗ്നൽസ് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് സെല്ല് റെസ്പോണ്ട് ചെയ്യാനും സഹായിക്കുന്നത് പ്ലാസ്മ മെമ്പറൈനാണ്. അപ്പോൾ പ്ലാസ്മ മെമ്പറൈനിൽ സിഗ്നൽസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ റിസപ്റ്റർ മോളിക്യൂൾസ് ഉണ്ട്. ആ റിസപ്റ്റർ മോളിക്യൂൾസ് പ്രോട്ടീൻസ് ആണ്. അപ്പം റിസപ്റ്റർ മോളിക്യൂൾസ് വഴി സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്യാനും സെല്ല് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പ്ലാസ്മ മെമ്പറൈൻ സഹായിക്കുന്നു. അപ്പം ഇത്രയുമാണ് ബാക്ടീരിയയിലെ പ്ലാസ്മ മെമ്പറൈൻ കൊണ്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെൽ വാൾ കമ്പോണൻസിൻ്റെ സിന്തസിസിന് സഹായിക്കുന്നു, DNA റെപ്ലിക്കേഷന് സഹായിക്കുന്നു, പ്രോട്ടീൻ സെക്രീഷന് സഹായിക്കുന്നു, ഫ്ലജല്ലയുടെ ആങ്കറിങ് സൈറ്റായിട്ട് സഹായിക്കുന്നു, സിഗ്നൽസിനെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് സെല്ല് റെസ്പോണ്ട് ചെയ്യാനായിട്ടും പ്ലാസ്മ മെമ്പറൈനിൽ റിസപ്റ്റർ മോളിക്യൂൾസ് കാരണമാകുന്നു. ഇതുകൂടാതെ മെയിൻ ഫങ്ഷൻസ് ആണ് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷന്, അതുപോലെ സെക്രീഷന്, സൈറ്റ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.